ഹലോ, വെൽക്കം ബാക്ക് എവരി വൺ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറിയ മോണ്ടിസോറിയുടെ എഡ്യൂക്കേഷണൽ ഫിലോസഫി. നമുക്കറിയാം, മറിയ മോണ്ടിസോറി ഒരു ഇറ്റാലിയൻ എഡ്യൂക്കേറ്റർ ആൻഡ് ഫിലോസഫറാണ്. അപ്പം ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളാണ് മറിയ മോണ്ടിസോറി. നാച്ചുറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആണ് വിശ്വസിച്ചിരുന്നത്. കുട്ടികൾ നാച്ചുറലി ഡെവലപ്പ് ആകട്ടെ എന്ന വിശ്വാസം. അതുപോലെ സെൻസറി ലേണിംഗ്, സെൻസസിലൂടെ കുട്ടികൾ അറിവ് നേടട്ടെ. സെൻസസ് നിങ്ങൾക്കറിയാം, ഇന്ദ്രിയങ്ങൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങളാണ്. അതുപോലെ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ സെൽഫ് ഡിസ്കവറി, സ്വയം കണ്ടുപിടുത്തങ്ങൾ നടത്താൻ, ഡിസ്കവറീസ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ലേണിംഗ് എൻവയോൺമെൻ്റ് ആയിരിക്കണം മറിയ മോണ്ടിസോറിയുടെ ഐഡിയയിൽ ഉള്ളത്. പിന്നെ എഡ്യൂക്കേഷൻ ഫിലോസഫിയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ്. ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ലേണേഴ്സ് എഡ്യൂക്കേഷൻ ഷുഡ് റിവോൾവ് അറൗണ്ട് ദർ ഇൻഡിവിജ്വൽ നീഡ്സ്. കുട്ടികളുടെ നീഡ്സ് മനസ്സിലാക്കി അവരുടെ നീഡ്സിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലേണിംഗ് സിസ്റ്റം ആയിരിക്കണം വേണ്ടത്. ഇംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറിയ മോണ്ടിസോറിയുടെ ഇംപ്ലിക്കേഷൻസ്, അതായത് ഫിലോസഫി കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്. ഇപ്പോൾ ഡിസൈനിങ് ആക്ടിവിറ്റീസ് ദാറ്റ് സപ്പോർട്ട് സെൻസറി എക്സ്പീരിയൻസ്. ആക്ടിവിറ്റീസ് എങ്ങനെയുള്ളതായിരിക്കണം? സെൻസറി എക്സ്പീരിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇവയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സെൻസറി എക്സ്പീരിയൻസസ് ഉള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് എക്സ്പ്ലോറേഷൻ, സ്വതന്ത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കണം. ആൻഡ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഗ്രോത്ത്, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് ആ കുട്ടിക്ക് മനസ്സിലാകേണ്ടത്, അത് ടീച്ചർ മനസ്സിലാക്കണം. ഓരോ കുട്ടിയും എങ്ങനെയാണ് എളുപ്പം പഠിക്കുന്നതെന്ന് ടീച്ചർ മനസ്സിലാക്കണം. അതാണ് മറ്റൊരു ഇംപ്ലിക്കേഷൻ. ഇതിൽ അടുത്തതായിട്ട് പറയാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മറിയ മോണ്ടിസോറിസ് എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ അദ്ദേഹത്തിന് പ്രിൻസിപ്പിൾസ് ഒന്ന് പ്രിപ്പയർഡ് എൻവയോൺമെൻ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ക്ലാസ് റൂം നല്ല പ്ലീസിങ് ആയിരിക്കണം. അതുപോലെ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ചൈൽഡ് സൈസ്ഡ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എടുത്ത് പെരുമാറാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് എക്സ്പ്ലോറേഷന് സഹായിക്കുന്ന, അതുപോലെ സ്വതന്ത്രത, ഇൻഡിപെൻഡൻസിനെ സഹായിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം ക്ലാസ് റൂമിൽ വെച്ചിരിക്കുന്നത്. ഇതിനെയാണ് പ്രിപ്പയർഡ് ക്ലാസ് റൂം അല്ലെങ്കിൽ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് ലേണിംഗ് ത്രൂ ദ സെൻസസിലൂടെ പഠിക്കുക. അതിനുവേണ്ടി മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് തന്നെ മറിയ മോണ്ടിസോറി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ സൈസ്, ഷേപ്പ്, അതുപോലെ ടെക്സ്ചറൊക്കെ പഠിപ്പിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് അതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ സെൻസിറ്റീവ് പീരീഡ്സ് ഉണ്ട്. മറിയ മോണ്ടിസോറി കുട്ടികൾക്ക് സെൻസിറ്റീവായിട്ടുള്ള കുറച്ച് സമയമുണ്ട്. അതായത് സ്പെഷ്യൽ റിസപ്റ്റീവ് ലേണിംഗ് സ്കിൽസ് സച്ച് ആസ് ലാംഗ്വേജ്, മൂവ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. ചില സമയങ്ങളിൽ കുട്ടികൾ പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കുകയും മൂവ്മെൻറ്റുകൾ, ചില പ്രത്യേക മൂവ്മെൻറ്റുകൾ, അതായത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം നമ്മൾ, അത് പഠനത്തിനെ സഹായിക്കും. അതുപോലെ സോഷ്യൽ ബിഹേവിയർ എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിക്കാൻ റിസപ്റ്റീവ് ആവും. സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കുട്ടി ഒരു സൊസൈറ്റി, ഒരു ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, അപ്പോൾ ഇതിനൊക്കെ റിസപ്റ്റീവായി, ഇതിനൊക്കെ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഇതെല്ലാം കൊടുക്കാൻ. പിന്നെ ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡിപെൻഡൻസും സെൽഫ് ഡിസിപ്ലിനും. അപ്പോൾ ഫ്രീ ആയിട്ട് അവർ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യട്ടെ, ഫ്രീ ആയിട്ട് അവർ വർക്ക് ചെയ്യട്ടെ, സ്വതന്ത്രമായിട്ട് അവർ വർക്ക് ചെയ്യട്ടെ. അതുപോലെ ട്രയൽ ആൻഡ് എററിലൂടെ അവർ കാര്യങ്ങൾ പഠിക്കട്ടെ, റെസ്പോൺസിബിലിറ്റി പഠിക്കട്ടെ, കോൺഫിഡൻസ് പഠിക്കട്ടെ, ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കട്ടെ. അതുപോലെ പ്ലേ, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ, അതും ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. പ്ലേസിലൂടെ, കളികളിലൂടെ കുട്ടികൾ, ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് പ്ലേ തന്നെയാണ്. കുട്ടികൾ ലോകത്തെ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും, അതുപോലെ എക്സ്പ്രസ് ക്രിയേറ്റിവിറ്റി, അവരുടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനും,
ആൻഡ് കൺസിസ്റ്റ് നമ്പേഴ്സ്, ലെറ്റേഴ്സ് ആൻഡ് ഇമോഷൻസ് അത് ഗ്രാസ്പ് ചെയ്യാൻ, ലെറ്റേഴ്സ് ഗ്രാസ്പ് ചെയ്യാനും നമ്പേഴ്സ് ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ കളികളിലൂടെ പഠിത്തം വളരെയധികം സഹായിക്കും. മോണ്ടിസോറി ഫിലോസഫിയുടെ പ്രധാനപ്പെട്ട മൂന്ന് ആസ്പെക്ട്സ് ആണ്. ഒന്ന് ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്, അതായത് ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ്. അത് കൂടുതൽ പറയുന്നത് നിങ്ങൾക്കറിയാം. റോൾ ഓഫ് ദ ടീച്ചർ എന്ന് പറയുന്നത് ആസ് എ ഗൈഡ് ഓർ ആസ് എ ഫെസിലിറ്റേറ്റർ ആണ്. കുട്ടികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, അവരുടെ നീഡും അവരുടെ ഇൻട്രസ്റ്റൊക്കെ മനസ്സിലാക്കണം, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ നാച്ചുറൽ ക്യൂരിയോസിറ്റിയും അവരുടെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതൊക്കെയാണ് ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോബൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫിയുടെ ഗ്ലോബൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മറിയ മോണ്ടിസോറി സ്കൂൾസ് ഉണ്ട് യൂറോപ്പിലും, അതുപോലെ ഗ്ലോബലി പ്രൈവറ്റ് പബ്ലിക് സെറ്റിങ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ കുട്ടികളുടെ ഡിഗ്നിറ്റിയും കുട്ടികളുടെ സ്വാതന്ത്ര്യവും ഒക്കെ മനസ്സിലാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി മറിയ മോണ്ടിസോറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു സയൻറ്റിഫിക് ബേസ് ഉണ്ട് എന്നുള്ളതാണ്. റിസർച്ച് ബേസ്ഡ് ആണ്, ഹാൻഡ്സ് ഓൺ ലേണിംഗ് ഉണ്ട്, അതുപോലെ സെൻസറി എക്സ്പീരിയൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ടീച്ചിങ് ആണ്, അതായത് ഓരോ കുട്ടിക്കും പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ ഇൻഡിവിജ്വൽ ടീച്ചിങ് സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഓരോ കുട്ടിയും എങ്ങനെ പഠിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം ലെസൺ പ്ലാനുകൾ തയ്യാറാക്കാൻ. ഫ്രീഡം ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, മറ്റൊരു മെറിറ്റാണ്. അവർ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യുന്നു, അവരുടെ സ്വാതന്ത്ര്യം അവർ ചൂസ് ചെയ്യുന്നു, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുന്നു. സെൻസറി ട്രെയിനിങ് നേരത്തെ പറഞ്ഞു, അതും ഒരു നല്ല വശമാണ്. കാരണം അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പിന്നെ യുണീക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ ലെറ്റേഴ്സ് സൗണ്ട്, ലെറ്റർ സൗണ്ടും അതുപോലെ നമ്പേഴ്സ് ഇതൊക്കെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു യുണീക്ക് മെത്തേഡ് ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തൊരു മെറിറ്റാണ് ലേണിംഗ് ത്രൂ ലിവിങ്. ജീവിക്കുകയാണ് ചെയ്യുന്ന കുട്ടികൾ. അത് പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ്, കുക്കിംഗ്, ക്ലീനിങ് ഒക്കെ പഠിപ്പിക്കും. അപ്പോൾ കരിക്കുലത്തിലുള്ളതാണ്. കുട്ടികൾ വീട്ടിലെ പോലെ തന്നെ സ്കൂളിലും വന്ന് ജീവിക്കുകയാണ്. ലേണിംഗ് ത്രൂ ലിവിങ്. സോഷ്യൽ വാല്യൂസ് ഉണ്ടാക്കുന്നു, അതായത് കോപ്പറേഷൻ, എംപതി, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഗ്രൂപ്പ് സെറ്റിങ്സിൽ വരുമ്പോഴത്തേക്കും എംപതിയും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും കോപ്പറേഷനും ഒക്കെ ഉണ്ടാകും. നമുക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിച്ച് കൊടുക്കാൻ കുട്ടികൾ തന്നെ ശ്രമിക്കും. എംപതി ഉണ്ടാക്കുന്നു, കോപ്പറേഷൻ ഉണ്ടാകുന്നു. അതുപോലെ റെസ്പെക്റ്റ് ഫോർ ചിൽഡ്രൻ, കുട്ടികളുടെ കഴിവുകളെ റെസ്പെക്റ്റ് ചെയ്യണം. അതൊരു മെറിറ്റാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. പിന്നെ ഡീമെറിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മെക്കാനിക്കൽ മെറ്റീരിയൽസ് എല്ലാം എന്താണ്, ആർട്ടിഫിഷ്യലാണ്. ക്രിയേറ്റിവിറ്റി, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കുമല്ലോ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ വർക്കിംഗ് വന്നു. അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ബയോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇൻസഫിഷ്യൻ്റ് എംഫസിസ് ഓൺ, അത് കുട്ടികളുടെ ബയോളജിക്കൽ ഡെവലപ്മെൻറ്റാണ് കൂടുതൽ പ്രാധാന്യം. സൈക്കോളജിക്കലോ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനോ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുപോലെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഐഡിയ ദാറ്റ് സ്കിൽസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഏരിയാസ് ഇസ് ഓവർ സിംപ്ലിഫൈഡ്. അതെല്ലാം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതും ഡെവലപ്ഡായി വരുന്നതും. അപ്പം സ്കിൽസ്, അധികം സ്കിൽസ് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇമാജിനേഷന് യാതൊരു സ്കോപ്പും കൊടുക്കുന്നില്ല എന്നുള്ളതും ഒരു ഡീമെറിറ്റാണ്. കുട്ടികളുടെ ഇമാജിനേഷനെ, കോൺക്രീറ്റ് ലേണിംഗ് ആണ്, അത് ഇമാജിനേഷനെ ബാധിക്കും. ലാക്ക് ഓഫ് ട്രെയിൻഡ് ടീച്ചേഴ്സ്, മറിയ മോണ്ടിസോറി ട്രെയിൻഡ് ടീച്ചേഴ്സ് കുറവാണ്, അത് ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും. എക്സ്പെൻസീവ് മെറ്റീരിയൽസ് ആണ്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കുട്ടികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾറെഡി ഡിസൈൻഡ് മെറ്റീരിയൽസ് ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ സിസ്റ്റം തന്നെ ഉണ്ട്. അതൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. എല്ലാ സ്കൂളുകൾക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ അഫോർഡ് ചെയ്യാനോ പറ്റണമെന്നില്ല. പിന്നെ ഇൻ്റഗ്രേഷൻ കുറവാണ്. ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. അതായത് ഓരോ കുട്ടിയെയും അവരുടെ നീഡ് അനുസരിച്ച് അവരെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി
ആണ് ലെസൺ പ്ലാൻ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഉണ്ടാവുന്നില്ല, ഒരു ഗ്രൂപ്പ് വർക്ക് അവിടെ നടക്കില്ല. കാര്യം ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല. ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇൻ്റർ ഡിസിപ്ലിനറി വരുന്നില്ല. അതായത് കുറേ പേർ ചേർന്നൊരു കാര്യം ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മറിയ മോണ്ടിസോറിയുടെ ഫിലോസഫിയെക്കുറിച്ചും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, പ്രിൻസിപ്പിൾസ്, എഡ്യൂക്കേഷൻ ഫിലോസഫി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.